ഹലോ ഗായ്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ഇന്ന് എനിക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെൻ്റാണ്. പുണ്യ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ അവൾ എൻഗേജ്മെൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ പള്ളിയിൽ പോയിട്ട് നേരെ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ എൻഗേജ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് കുർബാനയൊക്കെ കണ്ട് അങ്ങനെ നേരെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പള്ളിയല്ല കേട്ടോ. ഞങ്ങളുടെ പള്ളി വരുന്നത് സെൻറ്റ് ജോൺസ് ചർച്ച് കുതിരത്താടാണ്. അതാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി. പക്ഷെ ഞങ്ങളുടെ പള്ളിയിൽ പോയില്ല. ഞങ്ങൾ പോയത് ഈ പള്ളി പുതുക്കാട് പള്ളിയാണ്. പുതുക്കാട് ഫൊറോന പള്ളിയാണിത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ കാരണം അവിടെ കുർബാന കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം പോകുന്ന വഴി കുർബാന കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിന്. ഞങ്ങളെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പുണ്യയുടെ അവിടെ കയറി സ്റ്റേജിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് മാറിയിരുന്നത് കേട്ടോ. അവിടെയാണെങ്കിൽ ഹാളിൽ ഭയങ്കര തിരക്കായിരുന്നു. അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് ഹാളിൽ നിന്ന് തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടണത് ഇപ്പോൾ കുറേ നാളായിട്ടോ. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം പറച്ചിൽ ഒക്കെ ആയിരുന്നു ഇത്. പിന്നെ അതിലൊരുത്തി പറയുന്നുണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയ ആളുടെ വയറമ്മ അവൾ ഇതുവരെ തൊട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൾ എൻ്റെ വയറമ്മയൊക്കെ തൊട്ട് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, അത് കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനായിട്ട് വേറെ ആളെ വിളിക്കേണ്ടി വന്നില്ല. ചേട്ടൻ എല്ലാ വീഡിയോസും ഒക്കെ എടുത്തു തന്നു. ചേട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തായിരുന്നു ഇവർ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഫോട്ടോയുടെ ഇടയിൽ എന്നാൽ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതല്ല. പിന്നെ എല്ലാവരും കൂടി കണ്ടപ്പോൾ നോക്കിയപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസും എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒരു വ്ളോഗ് ഇറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വ്ളോഗ് എടുത്താണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവർ ഞങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, വ്ളോഗൊന്നും എടുക്കണില്ലേ, വ്ളോഗൊക്കെ എങ്ങനെ പോകണം അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗ് എടുക്കാൻ ഇന്ന് മൂടില്ല, ഇന്ന് എടുക്കണില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ നോക്കിയപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പരിപാടി നടക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ച ഞങ്ങളുടെ സ്കൂള്, അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ന്യൂസ്റ്റ് അടിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തോടെ ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഫുഡ് അടിയുടെ ഇടയിൽ അവിടെ ഡാൻസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുണ്യയുടെയും പിള്ളേരുടെയും ഡാൻസ് ആയിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. പിള്ളേർ തകർത്തു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഫുഡ് അടി കഴിഞ്ഞ് ഐസ്ക്രീം നിർബന്ധമാണല്ലോ. അപ്പോൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ മാറി നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പിന്നെ പ്രഗ്നൻ്റ് ആയ കാരണം കുറച്ച് പരിഗണന ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ക്യൂ നിന്ന് ഐസ്ക്രീം വാങ്ങേണ്ട ആവശ്യം ഉണ്ടായില്ല. എനിക്ക് മേടിച്ച് തരാനായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഐസ്ക്രീമിൻ്റെ ഇടയിൽ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. നേഹ, അനു, അതുപോലെ ദേവിക. നേഹയുടെ വീട് പുതുക്കാടാണ്. അപ്പോൾ അവൾ പുതുക്കാട് നിന്നാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ അനുവും ദേവികയും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും അത്യാവശ്യം പേർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്കൂളിൻ്റെ ഫ്രണ്ട് മൊത്തം വണ്ടികളായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. ഞങ്ങളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. എൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണിത്. അപ്പോൾ ചേട്ടനാണ് വീഡിയോ എടുക്കണം. അവരുടെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. അന്ന് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ ഇടയിൽ കുറച്ച് നേരം മഴ പെയ്തു. അവർ ഫോട്ടോഷൂട്ടിന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ മഴ പെയ്തു. എന്നാലും കുഴപ്പമില്ല, പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റാ.